കൊച്ചിയിൽ സിനിമാ വിതരണ കമ്പനികളിൽ ആദായ നികുതി വകുപ്പിന്റെ റെയ്ഡ്. പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഫിലിംസിന്റെ ഓഫീസിലാണ് റെയ്ഡ് നടക്കുന്നത്. പൊന്നിയിൻ സെൽവൻ, ഇന്ത്യൻ 2, മഞ്ഞുമൽ ബോയ്സ് എന്നിവയുടെ വിതരണം ഏറ്റെടുത്ത കമ്പനിയാണിത്. ആദായ നികുതി വെട്ടിപ്പുകൾ നടന്നതായ സംശയത്തിലാണ് റെയ്ഡ്. കൂടുതൽ വിവരങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുന്നുണ്ട്. ജിജീഷ, ഇപ്പോഴും പരിശോധനകൾ നടക്കുകയാണ്. വിഷ്ണു, ഇപ്പോഴും ഇൻകം ടാക്സിന്റെ പരിശോധനകൾ തുടരുകയാണ്. ഉച്ചയോടുകൂടിയാണ് പരിശോധനയ്ക്കായി സിനിമാ വിതരണ കമ്പനിയിൽ എത്തിയത്. പുല്ലേപ്പടിയിലെ ഡ്രീം ബിഗ് ഫിലിംസിന്റെ ഓഫീസിലായിരുന്നു പരിശോധന. പുറത്തുനിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം, വിവിധ ജില്ലകളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരടക്കം ഈ പരിശോധനകളിൽ പങ്കെടുത്തിട്ടുണ്ട്. മറ്റു നിരവധി ഓഫീസുകളിൽ നിർമ്മാണവും വിതരണവുമായി ബന്ധപ്പെട്ട ഓഫീസുകളിൽ കൂടി ഇൻകം ടാക്സ് വിഭാഗം പരിശോധനയ്ക്ക് എത്തിയതായി തന്നെയാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. പൊന്നിയിൻ സെൽവൻ, ഇന്ത്യൻ 2, മഞ്ഞുമൽ ബോയ്സ് എന്നിവയുടെ വിതരണമാണ് കമ്പനി ഏറ്റെടുത്തത്. ഒപ്പം തന്നെ നവംബർ 21-ന് ഈ തിയേറ്ററുകളിൽ എത്തി റിലീസ് ചെയ്ത സരസ്വതിയിലും ഐശ്വര്യലക്ഷ്മിയും കേന്ദ്ര കഥാപാത്രങ്ങളായ എന്റർടൈനർ ഹലോ മമ്മിയുടെ വിതരണവും ഡ്രീം ബിഗ് ഫിലിംസിനായിരുന്നു. മറ്റു ഭാഷകളിലെ ബിഗ് ബജറ്റ് ചിത്രങ്ങൾ കേരളത്തിലും ഒപ്പം തന്നെ മലയാളത്തിൽ പ്രദർശന വിജയം നേടുന്ന ചിത്രങ്ങൾ മറ്റു സ്ഥലങ്ങളിലും പ്രദർശനത്തിന് എത്തിച്ചിരുന്നത് ഡ്രീം ബിഗ് ഫിലിംസ് ആണ്. ഇവർ നടത്തിയ ആദായ നികുതി വെട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട അത്തരത്തിലുള്ള പരാതികൾ നിരവധി ലഭിച്ചിരുന്നു. അങ്ങനെ ആദായ നികുതി വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ, ഏതെല്ലാം എത്ര രൂപയുടെ ആദായ നികുതി വെട്ടിപ്പ് അല്ലെങ്കിൽ നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലാണ് പ്രധാനമായും അന്വേഷണ സംഘം പരിശോധിക്കുന്നത്. നികുതി വെട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തുന്നതിന്റെ ഭാഗമായി നിരവധി രേഖകൾ ഇതുമായി ബന്ധപ്പെട്ട് സിനിമ വിതരണത്തിന് എത്തിച്ചത്, ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കളക്ഷൻ, സിനിമകളുടെ കളക്ഷൻ എന്നിവയടക്കമുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം പരിശോധിക്കുകയും ചെയ്തിട്ടുണ്ട്. സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള നികുതി വെട്ടിപ്പുകൾ, ഒപ്പം തന്നെ കള്ളപ്പണ ഇടപാടുകൾ എന്നിവയിൽ നേരത്തെ തന്നെ ഇൻകം ടാക്സ് അന്വേഷണം, ഒപ്പം തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും അന്വേഷണം ആരംഭിച്ചിരുന്നു. നികുതി വെട്ടിപ്പുകളിലാണ് ഇൻകം ടാക്സിന്റെ അന്വേഷണം പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എങ്കിൽ കള്ളപ്പണ ഇടപാടുകളിലായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം നടന്നിരുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ സിനിമാ മേഖലകളുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിൽ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ വ്യാപകമായ പരിശോധനകൾ ആരംഭിച്ചിരിക്കുന്നത്.